അപ്പോൾ എല്ലാ സർവകലാശാലകളും സഖാക്കളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാനുള്ള സ്ഥലങ്ങളായിട്ട് മാറി എന്ന വസ്തുതയും പുറത്തു. കാര്യം കണ്ണൂർ സർവകലാശാലയിൽ ഒരു ടെമ്പററി വേക്കൻസിയിലാണ് ജോലി ചെയ്തതെങ്കിലും സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യയ്ക്കും ഇതിൽ ഭാഗഭാഗിത്വം വഹിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയ ജീർണത അത് പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തു. വിദ്യാഭ്യാസ മേഖല മുഴുവൻ SFIക്കാരും അവരുടെ പിന്തുണക്കാരും മാത്രം മതി എന്ന രീതി വന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്തുമാത്രം ജീർണിച്ചു, നിലവാരം എന്തുമാത്രം തകർന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സഖാവ് R. ബിന്ദു ദയനീയമായിട്ട് തോറ്റത്. ആ ബിന്ദു സഖാവ് ഡീസൻ്റായിട്ട് തോറ്റു. ഇപ്പോൾ കവിതാ രചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സഖാവിൻ്റെ കവിതാ പുസ്തകം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ട വാർത്ത ഞാൻ കോരിത്തരിപ്പൂട്ടാണ് വായിച്ചത്. അൻപും അലിവും അല്പം അനുരാഗവും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് കഴിയുന്ന മുറയ്ക്ക് സഖാവ് അടുത്തൊരു കവിതാ സമാഹാരം കൂടി ഇറക്കണം. ആർഷോയും അനുശ്രീയും അല്പം ആരിഫ് ഖാനും. അങ്ങനെ ഒരു സാധനം കൂടി വരികയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആത്മകഥ എഴുതേണ്ട ആവശ്യമില്ല. അത് കാവ്യരൂപത്തിൽ വരും തലമുറകൾക്ക് പ്രചോദനമായിട്ട് ഭവിക്കും.